ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി ശുണ്ടര കുട്ടപ്പനെ ശുണ്ടരനാക്കി എടുക്കാം. അല്ലേ ശുണ്ടര? കൈമേന്ന് ഞാൻ വിട്ട ഓടും ഞങ്ങളുടെ ശുണ്ടരൻ. നമുക്കൊന്ന് കാണിക്കോ? ഓ, ഇവിടെ ശുണ്ടരനാണോ? ഉറക്കം കഴിഞ്ഞില്ല ശുണ്ടരൻ്റെ അല്ലേ? ഉറക്കം കഴിഞ്ഞില്ല. അമ്മ വന്നോ? ഇത് നമ്മുടെ വേപ്പിലേമ ഉണ്ടാവുന്ന പൂവാട്ടോ. വേപ്പില മൂക്കുമ്പോഴല്ലേ പൂണ്ണാണേ. ഇത് വേറെ നല്ല മണ. ഈരാമക്ക് ശുണ്ടരനാണ്. ശുണ്ടരൻ കുഞ്ഞുമോൻ്റെ കാട്ടിക്കൊത്തി കടിക്കാൻ പാടില്ല. ആൾക്കാർ കാണും കേട്ടോ. എൻ്റെ ഉണ്ണിനെ മോച്ച ചെറുക്കനായി പോവും. ആപ്പി ചെറുക്കനായി പോവും. അനങ്ങാണ്ടിക്ക് പൊന്നെ ഈരി തുടങ്ങിയോളൂ കേട്ടോ. അപ്പോഴേക്കും നെല്ലുണ്ടാക്കണ്ടില്ല. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സ്കൂബിയുടെ കാട്ടാളം വേർഷനാണ് കേട്ടോ. ഫസ്റ്റ് ഹാഫ് നല്ല പിള്ളയാണ്, സെക്കൻഡ് ഹാഫ് കാട്ടാളം വേർഷനാണ്. കാണിക്കാണ്ടിട്ട് നീങ്ങുന്നു. എൻ്റെ വാലാണത് കടിക്കണം. ഇങ്ങനെ തന്നെ കൊണ്ടിട്ട് എല്ലാവരും കാണട്ടെ എന്നെ പിടിച്ച് കടിക്കുന്നത്. ഇത് കണ്ടോ? ആ ഇരിക്കാനവിടെ ഒരു ഓട്ടം കഴിഞ്ഞോളൂ. ഇപ്പം റോട്ടികളൊരു വണ്ടി പോകാൻ പാടുള്ളൂ. അവന് ഈരണത് ഇഷ്ടമല്ല, കുളിക്കണത് ഇഷ്ടമല്ല. എന്നാൽ ചെളി മുങ്ങാനാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ? ഇവിടെ ഇരിക്കണോടാ. നീ ഇരുന്നിങ്ങട്. ശുണ്ടരനായോ? ശുണ്ടര ശൂബി ടാറ്റടുത്തി കൊടുക്ക് ടാറ്റാ. നമുക്കിനി ഇപ്പോൾ സ്കൂബിനോടുള്ള തല്ലൂടൽ തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് ഫ്രഷ് ആയത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തേ കോളേജിലേക്ക് പോവാട്ടോ. ID കാർഡ് മസ്റ്റാണ്. ഇതില്ലാണ്ട് അകത്തേക്ക് കയറ്റൂലാന്നേ. അങ്ങനെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നേക്കുക. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയണതേ ഗോതമ്പ് ദോശയും കടലക്കറി ആട്ടോ. ഇന്നത്തെ കടലക്കറിക്ക് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു എന്നൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചത്തേക്കുള്ളത് ഫുഡ് അമ്മയോട് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കടലക്കറിയും അച്ചാറും മുളകൊക്കെയാണ്. കുക്കുമ്പർ കേട്ടോ കാണുന്നത്. നമ്മൾ നട്ടിലായിരുന്നോ അത്? ബാക്കിൽ ആരാ ഉള്ളേ? ശുഭിച്ചേട്ടനാ. കോളേജ് പോകുമ്പോൾ അവന് റൈഡ്. ഞാൻ എത്ര നേരം വൈകുന്നുള്ളതും അവന് ബാധിക്കുന്ന കാര്യമില്ല കേട്ടോ. എന്നും ഇങ്ങനെ കൊണ്ടുപോയിക്കൊള്ളണം, അത് അവന് മസ്റ്റാന്നൊക്കെ. ആര് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാലും അകത്തേക്ക് കയറിയാലും വണ്ടിയിൽ കൊച്ചിനെ കൊണ്ടുപോയില്ലെങ്കിൽ കൊച്ചു പിണങ്ങും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ജീവിയാണ് അവൻ. അങ്ങനെ നമ്മുടെ ഉച്ചയായിരിക്കാണ്. ഒരുവിധം ക്ലാസ്സൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പെട്രി പ്ലേറ്റുകളെല്ലാം നമുക്ക് കഴുകണേ. ചെയ്യുക ഇത് തന്നെയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ഈ ഒരു ക്ലിപ്പ് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ എന്നോട് ഒരുത്തി പറയായിരുന്നു, നിനക്ക് വീഡിയോൻ്റെ ഏറ്റവും തുമ്പത്ത് കൊണ്ട് ഇടാനല്ലേ നീ ഷൂട്ട് ചെയ്യണമെന്ന്. അല്ല കേട്ടോ, അതിപ്പോൾ കണ്ടില്ലേ നമ്മൾ മൊത്തം ഇത് തന്നെ ഇന്നത്തെ പരിപാടി എന്നൊക്കെ. ആദ്യം ഈ ഒരു പ്ലേറ്റ് എൻ്റെ സ്വന്തം പ്ലേറ്റ് ആട്ടോ. അപ്പോൾ ഇതിനകത്ത് കണ്ടാമിനേഷൻ കണ്ടില്ലേ, നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫോംഡ് സെല്ലിൻ്റെ. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടാമിനേഷൻ വന്നതാണ്. ഈ ഓട്ടോക്ലേവിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതങ്ങോട്ട് ഡീക്കാൻ ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതിന് മുന്നായിട്ട് ഈ ഒരു സംഭവം പൊളിച്ച് കളഞ്ഞിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ പ്ലേറ്റ് മൊത്തത്തിൽ പോകുന്നു നമ്മളോട് തന്നെ ചേച്ചി പറയുമായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഡീക്കാൻ ചെയ്യാൻ വെക്കണം, കഴുകണം. ആ നേരം കൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നേക്കാം. ഇന്ന് 3 എണ്ണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ക്യാൻറ്റീനിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പൊതി അങ്ങോട്ട് നമുക്ക് തുറക്കാം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പൊതിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ പൊതി ഉണ്ടല്ലോ, ആ ഒരു പൊതി. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ആ ലാബിൻ്റെ പോർഷൻ തലേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടാകുന്ന കേട്ടോ. ഇതൊക്കെ ഇന്നത്തെയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് 2 കറികളുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ലാബിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടിപ്പുകളെല്ലാം നമ്മളോട് കഴുകണം എന്നാട്ടോ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എൻ്റെ പേർക്കാണെങ്കിൽ കഴുകി അങ്ങോട്ട് തീർക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ എടുത്ത് വാരിയിട്ട് കഴുകുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴേ മനസ്സിലായി അത് കഴുകണ്ട എന്നുള്ളത്. നമ്മളോട് കഴുകണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴുകില്ല. എന്താ വ്ളോഗ് എടുക്കണോ? ക്യാമറാമാൻ ഓഫ് സൗമ്യ. കാണുന്നത് ഒരു നല്ല പ്ലേറ്റ് കൂടെ കാണിച്ചു. നമ്മൾ കഴുകിയ ടിപ്പുകളാണ്. ഇനി നമുക്ക് എടുത്ത് വയ്ക്കാം. പൂവാണോ? പൂക്കി പരിപാടികൾ. നേഹ തിരി നേഹ. ആ പൂക്കി പരിപാടികൾ. ശക്തിമതി ഷിംസിയ. നമുക്ക് പൂട്ടി ഭദ്രമായിട്ട് വെക്കാം.
കഴുകി എല്ലാം കളയാണ്. ഇവിടെ കളയണേ. യെസ്, കളയൂ. കഴുകുക കളയുക തന്നെ. കഴിഞ്ഞ ദിവസമേ കട്ടിൻ്റെ അടിയിൽ നിന്ന് ഈ ഒരു ബോൾ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ മുറ്റത്തിട്ട് ഇവനെയും കൊണ്ട് കുറേ തവണ അങ്ങനെ കളിപ്പിച്ചിരുന്നു. ഇതിങ്ങനെ അടിക്കുമ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ പിന്നാലേക്ക് ഓടും, ഞാനും ഓടും. അങ്ങനെ അത് അവന് ഇഷ്ടമായി. അങ്ങനെ അവൻ എന്ത് ചെയ്തു, ബോളും കൊണ്ട് അകത്ത് പോയി പിന്നെ ഒളിച്ചിരിക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ പുള്ളിക്കാരൻ ഈ ബോളും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരും, കടിച്ച് പിടിച്ചിട്ട് നമുക്ക് കളിക്കാമെന്നും പറഞ്ഞുകൊണ്ടേ. അങ്ങനെ ഇപ്പോൾ അതേ പുള്ളിക്കാരൻ ഇങ്ങനെ കളിക്കാനൊക്കെ തന്നത് ഇഷ്ടമാണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ അതെടുത്തിട്ട് ഓടി അകത്തേക്ക് കയറിയിരിക്കും. അതാണ് അവൻ്റെ പരിപാടി. കാണിച്ചെന്ന് ചേച്ചിനെ കാണിച്ചെന്നത് തേങ്ങ ഇരിക്കണു. നിന്റെ തേങ്ങയാണല്ലോ ഇരിക്കണേ. നിന്റെ തേങ്ങയാണല്ലോ ഇരിക്കണേ. ഇതിനകത്ത് എന്താ, കുക്കറിൽ എന്താ ഇറച്ചിയുണ്ടോ? എച്ചിയുണ്ടോ? ഓ വേണോ? തരല്ലമ്മ. ഇപ്പൊ മൊത്തം പോയേനെ. വേണോ? വെച്ചിക്കണുണ്ടോ? വെച്ചിക്കണുണ്ടോടേ? അതെന്തോന്ന് ഇവിടെ കൊണ്ടു വെച്ചേ? ഇതെന്തോന്നാ? ഒരു പെട്ടി പൊളിച്ചു വെച്ചാണ്. ഇനി അനിയൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. അനിയൻ്റെ മുഖം ഇരിക്കണുണ്ടോ? അവൻ്റെ പല്ല് വേദന പിടിച്ചിട്ട് മുഖം ഒരു സൈഡ് നീര് വെച്ചിരിക്കുക കേട്ടോ. പാവല്ലേ. ഈ ഇരിക്കണതേ കേക്ക് മേടിക്കാനുള്ള ഇരിപ്പാട്ടോ ഇരിക്കണേ. അപ്പം നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ഓൾ ആൻഡ് ടാറ്റാ.